ബ്രെഡും മുട്ടയും ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരുപാട് റെസിപ്പീസ് ട്രൈ ചെയ്യാറുണ്ട് അല്ലേ? അതേപോലെ തന്നെ ഞാനിവിടെ ബ്രെഡും മുട്ടയും ഉപയോഗിച്ചിട്ട് ഒരു സ്നാക്ക് റെസിപ്പിയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ഈവനിങ് സ്നാക്കായിട്ട് മാത്രമല്ല, നമുക്ക് കുട്ടികളുടെ ടിഫിൻ ബോക്സിലേക്കും ഇട്ട് കൊടുക്കാം. കുറച്ച് എരിവ് കുറച്ച് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് ടിഫിൻ ബോക്സിൽ ഇട്ട് കൊടുക്കാൻ പറ്റും. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും വളരെ നല്ലൊരു ഡിഷാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഞാനിവിടെ ഒരു 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 5 മുട്ടയ്ക്ക് ശരിക്കും ഒരു 5 ബ്രെഡ് എന്നുള്ള ഒരു കണക്കിലാണ് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ കുറച്ചൊന്ന് കട്ടി കുറച്ചിട്ടാണ് നമ്മൾ ബ്രെഡ് മുക്കിയെടുക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 6 ബ്രെഡ് വരെയൊക്കെ മുക്കിയെടുക്കാൻ പറ്റും. എന്നാലും നമ്മൾ ഒരു കണക്ക് പറയുമ്പോൾ 5 മുട്ടയ്ക്ക് 5 ബ്രെഡ് എന്നുള്ള ഒരു ലെവലിലാണ് ഇപ്പം ഞാനിവിടെ റെസിപ്പി പറയുന്നത്. അപ്പോൾ നമ്മളൊരു 5 മുട്ട നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം. ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഈ മുട്ടയും മറ്റുള്ള ഇൻഗ്രീഡിയൻസും ഒക്കെ കൂടിയിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം. അതുകൊണ്ടാണ് ഈ മുട്ട മിക്സിയുടെ ജാറിലേക്ക് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. ഇനി 5 മുട്ടയിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വന്ന ഒരു പീസ് ഇഞ്ചിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ ഇഞ്ചി നമുക്ക് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു സബോള, അത് സബോള നിങ്ങളുടെ കയ്യിലുള്ള സബോള എങ്ങനത്തേതാണെന്ന് വെച്ചാലും കുഴപ്പമില്ല. മീഡിയം സൈസ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വലിയ സബോളയാണെങ്കിലും പ്രശ്നമില്ല. പിന്നെ വളരെ ചെറിയ സബോളയാണെങ്കിൽ 2 ചെറിയ സബോള ഇട്ട് കൊടുക്കണം. പിന്നെ പച്ചമുളക് ഇവിടെ ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില 3 തണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് മാക്സിമം 3 തണ്ട് തന്നെ എടുക്കാൻ നോക്കുക 5 മുട്ടയ്ക്ക്. പിന്നെ ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ബ്രെഡിൽ ഉപ്പ് ഉണ്ടാവും. പിന്നെ നമുക്ക് മുട്ടയിലേക്കുള്ള ഉപ്പ് മാത്രം ആവശ്യമുള്ളൂ, ആ കോട്ടിങ്ങിനുള്ള ഒരു ഉപ്പ് മാത്രം ആവശ്യമുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്തിടുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം. നല്ല പോലെ തന്നെ അടിയണം. ആ സബോളയും ഇഞ്ചിയും ഒക്കെ നല്ല പോലെ ഒന്ന് അടിയണം. അതിലിട്ടേക്കണ പച്ചമുളകൊക്കെ ഒന്ന് അടിഞ്ഞ് കിട്ടുന്ന വരെ നിങ്ങൾ അടിക്കുക. അപ്പോൾ എനിക്കിവിടെ 1-2 മിനിറ്റിനുള്ളിൽ തന്നെ നല്ല പോലെ അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കപ്പോൾ ഈ ബ്രെഡ് പൊരിച്ചെടുക്കുമ്പോൾ ഒരു നേരിയ പച്ച കളറാവട്ടോ ഉണ്ടാവുക. കാരണം നമ്മൾ കറിവേപ്പിലൊക്കെ ചേർത്തത് കൊണ്ട് ഇത് വളരെ ടേസ്റ്റിയാണ്. ഇതിപ്പോൾ 6 പച്ചമുളക് ചേർത്തെന്ന് വെച്ചിട്ട് അധികം എരിവൊന്നും. ഞാനിവിടെ ഒരു 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ശരിക്കും 5 സ്ലൈസ് ബ്രെഡിനാണ് ഇത് നല്ലപോലെ കിട്ടുള്ളൂ. പിന്നെ നമുക്ക് ലാസ്റ്റത്തെ ഒരു പീസ് ബ്രെഡിലേക്ക് വളരെ കുറഞ്ഞ അളവിൽ മാത്രം നമുക്ക് മുക്കിയെടുക്കാൻ പറ്റുള്ളൂ. നമ്മളിനി ബ്രെഡിൻ്റെ അരികൊന്നും കട്ട് ചെയ്ത് കളയണ്ട കേട്ടോ. ബ്രെഡിൻ്റെ അരികൊക്കെ അടക്കാണ് നമ്മൾ ഇത് മുക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു പാൻ വെച്ചു, സ്റ്റവിൽ പാൻ വെച്ചു. ഇനി അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ആദ്യം തന്നെ ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വെളിച്ചെണ്ണ, അതേപോലെ മറ്റുള്ള ഓയിൽ, ബട്ടർ ഒന്നും ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല കേട്ടോ. നല്ല നെയ്യ് തന്നെ വേണം, എന്നാലേ ഇത് വിചാരിച്ചത്ര ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ ഈ അടിച്ചു വെച്ചേക്കണ നമ്മളുടെ ഈ കൂട്ടിലേക്ക് ഓരോ ബ്രെഡ് കഷ്ണങ്ങളും നല്ലപോലെ മുക്കിയെടുക്കാം. പിന്നെ മുക്കി കുറേ നേരം വെക്കണ്ട, നമ്മൾ മുക്കി അപ്പം തന്നെ എടുക്കണം. അല്ലെങ്കിൽ ഈ ബ്രെഡ് അറിയാലോ, ബ്രെഡ് നനഞ്ഞു കഴിഞ്ഞാൽ വേഗം കുതിർന്ന് പൊട്ടുന്നുള്ളത്. അപ്പോൾ ഇത് എല്ലാ ഭാഗത്തേക്കും ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് കോട്ട് ചെയ്തതിന് ശേഷം അപ്പം തന്നെ ഇത് ആ സ്പൂൺ കൊണ്ട് തന്നെ കോരിയെടുക്കുക. ഇനി നമ്മളിപ്പോൾ ഇവിടെ നെയ്യൊക്കെ ഒഴിച്ച് ചൂടായ പാനാണ്. അപ്പോൾ ആ പാനിലേക്ക് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുക. പിന്നെ ഹൈ ഫ്ലെയിമിൽ ഇടരുത് പാന്. നമ്മളിപ്പോൾ നെയ്യൊക്കെ ഒഴിച്ച് ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി ഒരു സൈഡ് മൊരിഞ്ഞു എന്ന് കണ്ടാൽ നമ്മളിത് മറിച്ചിട്ട് കൊടുക്കണം. ഒരു സൈഡ് മൊരിഞ്ഞതിന് ശേഷം മാത്രം മറിച്ചിട്ടാൽ മതി, അല്ലെങ്കിൽ നമ്മളുടെ ആ കോട്ടിങ്ങൊക്കെ പാനിൽ പിടിക്കും. അപ്പോൾ നമ്മൾ ഒരു സൈഡ് നല്ലപോലെ മൊരിഞ്ഞ് ആ നെയ്യൊക്കെ ബ്രെഡിൽ നല്ലപോലെ ആയതിന് ശേഷം നമ്മൾ മറിച്ചിട്ടെടുക്കുക. ഇനി ഈ മേൽഭാഗത്ത് നമ്മൾ നെയ്യ് പരട്ടേണ്ട, കാരണം നമ്മൾ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ പാനിലത്തെ നെയ്യ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ബ്രെഡിൽ പിടിച്ചോളും. അങ്ങനെ നമ്മൾ ഓരോ ബ്രെഡും ഇതേപോലെ നമ്മൾ പൊരിച്ചെടുക്കുക. ഇനി നമ്മൾ രണ്ടാമത്തെ തവണ ബ്രെഡ് ഇടുന്ന സമയത്ത് നമ്മളുടെ പാനിൽ കുറച്ച് നെയ്യ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് വളരെ കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. 1/4 ടീസ്പൂണിൻ്റെ ആവശ്യമൊന്നുമില്ല, 1-2 ഡ്രോപ്പ് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ എല്ലാ ബ്രെഡും നമ്മൾ പൊരിച്ചെടുക്കുക. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും, എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം.